പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നാട്ടിലോട്ട് തുടങ്ങുകയാണ്. ഇനി കൃത്യമായി പറഞ്ഞാൽ 7 ദിവസമാണ് ആദ്യഘട്ട വോട്ടെടുപ്പിന് ഉള്ളത്. 8ാം ദിവസം ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് മുന്നണികൾ എല്ലായിടത്തും ഉള്ളത്. ആദ്യഘട്ടത്തിൽ വോട്ടിടുന്ന അല്ലെങ്കിൽ ബൂത്തിലേക്ക് എത്തുന്ന 7 എറണാകുളം വരെയുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള പ്രചരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ആദ്യം പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ഒരേ പേരിലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരേ പേരിലുള്ള 2 സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങിയതോടെ വോട്ടർമാർ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. പാലക്കാട് ഷൊർണൂർ നഗരസഭ 4ാം വാർഡ് തൃപ്പുറ്റയിലാണ് അയൽവാസികളായ എം സ്മിത UDF സ്ഥാനാർത്ഥിയായും പി സ്മിത LDF സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നത്. അതുപോലെ വാർഡ് 15 ചുടുവാലത്തൂരിൽ ബാല്യകാല സുഹൃത്തുക്കളായ 2 സുജാതമാർ തമ്മിലാണ് മത്സരം നടക്കുന്നത്. പാലക്കാട് ഷൊർണൂർ നഗരസഭ തൃപ്പറ്റ വാർഡിലെ സ്ഥാനാർത്ഥികളായ 2 സ്മിതമാരും അയൽവാസികളാണ്. പല കാര്യങ്ങൾക്കും ഒന്നിച്ചാണ് ഇവർ യാത്ര ചെയ്യുന്നതെങ്കിലും ഇരുവരും ഒരേ വാർഡിൽ വ്യത്യസ്ത പാർട്ടികളിൽ മത്സരത്തിനിറങ്ങുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. LDF സ്ഥാനാർത്ഥിയായ പി സ്മിതയാണ് ആദ്യം വാർഡിൽ പ്രചാരണം ആരംഭിച്ചത്. പിന്നീടാണ് എം സ്മിതയെ വാർഡിൽ UDF സ്ഥാനാർത്ഥിയാക്കിയത്. പേരുകൾ പറഞ്ഞ് വോട്ട് തേടുന്നതിനു പകരം ഇരുവരും ഇപ്പോൾ ചിഹ്നം പറഞ്ഞാണ് വോട്ട് തേടുന്നത്. ആദ്യം ആരാണ് സ്ഥാനാർത്ഥി വാർഡ് നിശ്ചയിച്ച്? വന്നത്. പിന്നെ ഞാൻ പിന്നെ വന്നു. യാദൃശികമായിട്ട് വന്നു. പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ വാർഡുകളിലൊക്കെ നമ്മള് വീട്ടില് പോകുമ്പോ സമയത്ത് ഈ ചിഹ്നം പറഞ്ഞ് വോട്ട് വയ്ക്കാറുണ്ടോ? ഞാൻ പറയും കൈപ്പത്തിയില് വോട്ട് ചെയ്യണം എന്ന് പറയും. എം സ്മിതേനെ കൈപ്പത്തിയാണ് എന്ന് പറയും. നഗരസഭയിലെ 15ാം വാർഡ് ചുടുവാലത്തൂരിൽ മത്സരിക്കുന്നതും ഒരേ പേരിലുള്ള 2 സഹപാഠികളാണ്. LDF സ്ഥാനാർത്ഥിയായി TP സുജാതയും UDF സ്ഥാനാർത്ഥിയായി എം സുജാതയുമാണ് പരസ്പരം മത്സരിക്കുന്നത്. ഷൊർണൂർ സെന്റ് തെരേസ സ്കൂളിലാണ് 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഇരുവരും ഒരുമിച്ച് പഠിച്ചത്. LDF സ്ഥാനാർത്ഥി TP സുജാത ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ 2 എതിർ സ്ഥാനാർത്ഥികള് രണ്ടാളും ക്ലാസ്മേറ്റുകളാണ്, കോൺവെന്റിൽ പഠിച്ചവര്. രണ്ടുപേരുടെ പേരുകൾ എത്രത്തോളം ബുദ്ധിമുട്ടാവുന്നുണ്ട് ഒരേ സ്ഥലത്ത് വോട്ട് ചോദിക്കുമ്പോ? വോട്ട് ചോദിക്കുമ്പോ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്, രണ്ടാളും സുജാത ചെയ്യാ കാരണം എന്ന് പറയുന്നുണ്ട്. ഞാൻ എം ആണ്, അവള് TP ആണ്. ചിഹ്നം പറഞ്ഞാണോ വോട്ട് ചോദിക്കുന്നത്? കൈപ്പത്തി ചിഹ്നമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, എന്റെ ചിഹ്നം അതാണെന്നുള്ളത്. ഷൊർണൂർ വില്ലേജ് ഓഫീസിൽ അപേക്ഷകൾ എഴുതി നൽകുന്ന ജോലിയാണ് UDF സ്ഥാനാർത്ഥിയായ എം സുജാതയുടേത്. ഒരേ നാട്ടുകാരായതിനാൽ പരസ്പരം കാണാറുണ്ടെങ്കിലും എതിരായി മത്സരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഇരുവരും പറഞ്ഞു. ചുടുവാലത്തൂരിൽ കൈപ്പത്തിയും അരുവാൾ ചുറ്റിക നക്ഷത്രവും ഉയർത്തിക്കാണിച്ചാണ് ഇവരുടെ വോട്ട് തേടൽ. ന്യൂസ് 18 പാലക്കാട്. ഈ ഒരേ പേരിലുള്ള സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് വലിയ കൺഫ്യൂഷനും അതേസമയം സ്ഥാനാർത്ഥികൾക്ക് ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇത് ഷൊർണൂർ മാത്രമല്ല കേട്ടോ, ഒരു നാടിനാകെ ആവേശവും ആഘോഷവും ഒരുക്കുന്ന ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് കമ്മിറ്റി ഭാരവാഹികൾ ഇത്തവണ സ്ഥാനാർത്ഥികളാണ്. അതിൽ തന്നെ ഒരേ പേരുള്ള 2 പേര് അവിടെയുമുണ്ട്. പാലക്കാട് പട്ടാമ്പിയിലാണ് ഈ കൗതുകം. കാവ് പൂരാഘോഷത്തിന്റെ ദേശീയ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയുമാണ് ഒരേ വാർഡിൽ വിവിധ മുന്നണികൾക്ക് വേണ്ടി ജനവിധി തേടുന്നത്. പട്ടാമ്പി നഗരസഭ 17ാം വാർഡ് കീഴായൂരിലാണ് ഈ സൗഹൃദ പോരാട്ടം നടക്കുന്നത്. എല്ലാവരും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഇവിടത്തെയും വോട്ടർമാർ. പൂരമായാൽ നാട്ടുകാർക്ക് ഒന്നടങ്കം ആഘോഷമൊരുക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നവർ തിരഞ്ഞെടുപ്പായതോടെ തമ്മിൽ വാശിയേറിയ മത്സരത്തിലാണ്. പാലക്കാട് പട്ടാമ്പിയിലാണ് ഈ കൗതുക സൗഹൃദ മത്സരം. പട്ടാമ്പി നഗരസഭ 17ാം ഡിവിഷൻ കീഴായൂരിലാണ് ഒരു ദേശത്തെ പൂരക്കമ്മിറ്റി ഭാരവാഹികൾ മുന്നണികൾക്ക് വേണ്ടി ജനവിധി തേടുന്നത്. അതിൽ 2 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒന്ന് തന്നെ. ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് കാവു ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയായ R സന്തോഷ് LDF സ്ഥാനാർത്ഥിയാണ്. കീഴായൂർ ദേശ പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് C കൃഷ്ണദാസ് UDFന്റെയും കമ്മിറ്റി സെക്രട്ടറി E കൃഷ്ണദാസ് NDAയുടെയും സ്ഥാനാർത്ഥിയാണ്. പൂരസമയത്ത് ഒറ്റക്കെട്ടായി വീടുകൾ കയറി നോട്ടീസ് വിതരണം ചെയ്യുന്നവർ തിരഞ്ഞെടുപ്പായതോടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രചാരണ തിരക്കിലാണ്. വാശിയേറിയ മത്സരത്തിലും സൗഹൃദം കാത്തു സൂക്ഷിക്കുകയാണ് 3 സ്ഥാനാർത്ഥികളും. ആഘോഷത്തോടൊപ്പം നാടിന്റെ ആകെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് തിരഞ്ഞെടുപ്പ്. അതിൽ വിജയിക്കുക എന്നതാണ് പ്രധാനമെന്ന് LDF സ്ഥാനാർത്ഥി R സന്തോഷ് പറഞ്ഞു. പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കറിയാം, ഈ ആവേശം ഞങ്ങളുടെ കൂടെ നടക്കുന്ന എല്ലാ പാർട്ടി സഖാക്കൾക്കും ഉണ്ട്. അതിന്റെ
ആവേശത്തിന്റെ അത്യുന്നതങ്ങളിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് പ്രചരണം പോകുന്നത്. എല്ലാവരും ആഘോഷ കമ്മിറ്റികളുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് സമയത്തു മാത്രമാണ് മത്സരം. അത് കഴിഞ്ഞാൽ പഴയ സൗഹൃദം നിലനിർത്തി പോകുമെന്നാണ് UDF സ്ഥാനാർത്ഥി C. കൃഷ്ണദാസിന്റെ അഭിപ്രായം. അല്ല, പൂര കമ്മിറ്റിയുമായി എന്നുള്ളതല്ല, നമ്മളെല്ലാവരും നാട്ടിലെ എല്ലാ ആളുകളായിട്ടും സൗഹൃദം തന്നെ. അതിൽ പൂരം നേർച്ച നമ്മളെല്ലാ കമ്മിറ്റികളിലുള്ള ആളാണ്. പൂര കമ്മിറ്റിയിലും അതുപോലെ തന്നെ പട്ടാമ്പി നേർച്ച കമ്മിറ്റിയിലുള്ള ആളാണ്. നമ്മൾ മറ്റുള്ള ആഘോഷങ്ങളിലൊക്കെ എല്ലാ ഭാഗമൊക്കെ ആളാണ്. അപ്പോൾ ഈ പൂര കമ്മിറ്റിയിൽ ഉപരി എല്ലാ ആളുകളായിട്ടും നമ്മൾ സൗഹൃദം പങ്കുവെക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് ആ ടൈം കഴിഞ്ഞാൽ കഴിയും. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ സൗഹൃദം എന്നും നിലനിർത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. 3 പേരും കട്ട സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദമായ രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് BJP സ്ഥാനാർത്ഥി E. കൃഷ്ണദാസ് പറയുന്നു. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് 3 പേരും. നമ്മുടെ ഒപ്പമുള്ള മറ്റേ കൃഷ്ണദാസ് ആയാലും സന്തോഷായാലും പിന്നെ ഞാനൊരു കൃഷ്ണദാസാണ്. അങ്ങനെ 3 ആളാണ് ഇപ്രാവശ്യം മത്സരരംഗത്തുള്ളത്. അത് നല്ല ഒരു സൗഹൃദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. 3 പേരും എപ്പോഴും വേണ്ടപ്പെട്ടവർ ആയതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലാണ് വോട്ടർമാർ. പൂരക്കാലമായാൽ ഒരു മെയ്യായി നിൽക്കുന്നവർ സ്ഥാനാർത്ഥികളായതിന്റെ കൗതുകാവേശത്തിലാണ് കീഴായൂർ 17ാം ഡിവിഷൻ. ന്യൂസ് 18 പട്ടാമ്പി. പട്ടാമ്പിയിൽ നിന്ന് മലപ്പുറം വാഴക്കാട്ടേക്ക് എത്തിയാൽ അവിടുത്തെ കൗതുകം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളായ അമ്മയും മകളുമാണ്. രാജിത വിശ്വനാഥനും മകൾ ദിവ്യ വിപിൻ ലാലുമാണ് 12, 15 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികൾ. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പല കൗതുകം നിറഞ്ഞ കാഴ്ചകളും കാണാറുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ, അച്ഛനും മകനും മത്സരിക്കുന്നു, സഹോദരങ്ങൾ മത്സരിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള കൗതുക കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് നമുക്ക് മലപ്പുറം വാഴക്കാട് നിന്നും പങ്കുവയ്ക്കാനുള്ളത്. വാഴക്കാട് പഞ്ചായത്തിലെ 12ാം വാർഡിലും 15ാം വാർഡിലും മത്സരിക്കുന്നത് ഒരു അമ്മയും മകളുമാണ്. രാജിത ചേച്ചിയും മകൾ ദിവ്യയും. 2 പേരും BJPയുടെ വാർഡിലെ സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. നമുക്ക് ഇപ്പം അവർ ചേരുന്നുണ്ട്. അമ്മയും മകളും മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് സത്യത്തിൽ, അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ? നല്ല സന്തോഷമാണ് മകൾ നിൽക്കുന്നത് പറഞ്ഞപ്പോൾ. നല്ല സന്തോഷമായി. സംസാരിച്ചിരുന്നു. വിളിക്കലുണ്ട്, ഫോൺ വിളിക്കലുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയലുണ്ട്. മത്സരിക്കാൻ അങ്ങോട്ട് നിർദ്ദേശിച്ചതാണോ? അങ്ങോട്ട് നിർദ്ദേശിച്ചാണ് മത്സരിക്കാൻ നിൽക്കുക. അപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് നിർത്തിയാണ്. എങ്ങനെയുണ്ട് കന്യാംഗം? നല്ല ഓരോ വീടുകളിൽ പോകാനായി, അവരുടെ ഓരോ പ്രശ്നങ്ങൾ അറിയാനായി. ഇതുവരെ എല്ലാവരും അറിയില്ലായിരുന്നു, ഇപ്പം എല്ലാവരും അറിയാം. നേരത്തെ അമ്മ മത്സരിച്ചപ്പോൾ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ടോ? അത് കല്യാണം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് അന്ന് കഴിഞ്ഞില്ല. ഇപ്പം ഏതായാലും അമ്മ അവിടെ മത്സരിക്കുന്നു, ഞാൻ ഇവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഈ എങ്ങനെയാണ് പ്രചരണത്തിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് പോകലാണ്. ഒരു റൗണ്ട് കഴിഞ്ഞു അല്ലേ? ഒരു റൗണ്ട് കഴിഞ്ഞു. മറ്റൊരു സന്തോഷം കൂടി ഉണ്ട് അല്ലേ? സന്തോഷം അതിൽ കൂടുതൽ സന്തോഷം ഇങ്ങനത്തെ ഒരു അവസരത്തിൽ. അല്ല, കൂടുതൽ ആളായി നാട്ടിലുള്ള എല്ലാവരും അറിയപ്പെടുമല്ലോ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ. വീട്ടിൽ അടച്ചിരുന്നിട്ട് കാര്യമില്ല, പുറത്തിറങ്ങി. അമ്മമാര് ഇതൊക്കെ വിശേഷം ഉണ്ടാകുമ്പോൾ പറയാ കുറച്ച് ദിവസം ശ്രദ്ധിക്കുക, മേലങ്ങണ്ടെന്നൊക്കെ പറയാം. പക്ഷേ അമ്മ പുറത്തിറങ്ങി പോയി ആളുകളെ കാണാന്ന് പറയുന്നത്. അല്ല, ആളുകളെ കണ്ടാലല്ലേ നമുക്ക് കുറച്ചുകൂടി ഇത് കിട്ടുള്ളൂ. എല്ലാ നാട്ടുകാരൊക്കെ അറിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇത് കിട്ടും. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടൊരു കാര്യമില്ല. ഈ സമയത്ത് ആക്റ്റീവ് ആവുക വേണ്ടിയത്. എങ്ങനെ ഡോക്ടർ വിശ്രമം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ അലച്ചിലും ഇതൊക്കെ ഒന്ന് ക്ഷീണമാവുന്നുണ്ടോ? ചെറിയ ക്ഷീണം, നല്ല കുഴപ്പമില്ല. ഒരു അനുഭവമായിട്ട് കാണുകയാണല്ലേ? നല്ലൊരു അനുഭവമാണ്. എങ്ങനെ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് എങ്ങനെ ഭർത്താവിൻ്റെയും? ഭർത്താവ് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും വീട്ടുകാരായാലും സപ്പോർട്ടീവാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായാലും എല്ലാവരും സപ്പോർട്ടീവാണ്. വരുന്ന സ്ഥാനാർത്ഥി പ്രഗ്നൻ്റാന്ന് അറിയുമ്പോൾ വോട്ടർമാരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ സമയത്ത് ഇറങ്ങി നടക്കണം അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, അവർ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയും. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളായിട്ടൊന്നുമില്ല. വാഴക്കാട് അത്യാവശ്യമൊക്കെ വോട്ടർമാരുള്ള മേഖലയാണ് BJPയുടെ. എന്താണ് അമ്മയുടെയും മകളുടെയും പ്രതീക്ഷകൾ? ഇങ്ങനെ ഞങ്ങൾ ജയിക്കണം എന്നുള്ളൊരു വാശിയാണ്, വിജയം വേണമെന്നുള്ളൊരു വാശി. മാറ്റം ചിന്തിക്കാമല്ലോ നമുക്ക്. എല്ലാ സ്ഥലത്തും ഒരു മാറ്റം വേണമെന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ളൊരു നല്ല ഉറച്ച മനസ്സോടെ കൂടിയാണ് നിൽക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയാവുന്ന ആളുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്?
ഇല്ല, എല്ലാവർക്കും നമ്മളോട് പ്രത്യേകിച്ച് ഒരു എതിർപ്പോ കാര്യങ്ങളോ ഇല്ല. എല്ലാവരും നല്ലപോലെ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ മാറ്റമായതുകൊണ്ട് 5 വർഷത്തിനിടയിൽ അതുണ്ട്. ഇപ്പം കൂടെ ഒരുമിച്ച് നിൽക്കുക. ഇപ്പം വോട്ട് ചോദിച്ച് ചെല്ലും. ആദ്യമൊക്കെ ഈ പിന്നെ BJP സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു ഇതാണ്. ഇപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പം നല്ലൊരു സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് എല്ലാവർക്കും. എന്തായാലും അമ്മയ്ക്കും മകൾക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്, വിജയിക്കാനാകുന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണല്ലേ? അതാണ് അമ്മയുടെയും മകളുടെയും വിശേഷങ്ങൾ. രണ്ടുപേരും വിജയപ്രതീക്ഷയോടെ പ്രചരണ രംഗത്ത് തുടരുകയാണ്. എന്താണെങ്കിലും അതോടൊപ്പം തന്നെ വലിയ ഒരു സന്തോഷം കൂടി അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അവർ പങ്കുവയ്ക്കുകയാണ്. CV അനുമോദ്, ന്യൂസ് 18. മലപ്പുറം വാഴക്കാട് പഞ്ചായത്തിലെ അമ്മയും മകളും മത്സരിക്കുന്ന ഒരു BJP സ്ഥാനാർത്ഥികളാണ്. അതേസമയം പുനലൂർ നഗരസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ പലയിടത്തും BJPക്ക് മത്സരാർത്ഥികളെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. 36 വാർഡുകൾ 13 ഇടങ്ങളിൽ NDAക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥികളില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച മുന്നേറ്റം നടത്തിയ വാർഡുകളിലും ഇക്കുറി മത്സരിക്കാൻ ആളില്ല. സമീപ പഞ്ചായത്തുകളിൽ ഒട്ടുമിക്ക സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴാണ് കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെച്ച പുനലൂരിലെ 13 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്. നിലവിൽ 23 വാർഡുകളിൽ മാത്രമാണ് BJPക്ക് സ്ഥാനാർത്ഥിയുള്ളത്. കാഞ്ഞിരമല, ചാലക്കോട്, പേപ്പർ മിൽ, നെടുങ്കയം, മുസാവരി, നെല്ലിപ്പള്ളി, വിളക്കുവെട്ടം, കല്ലാർ, തുമ്പോട്, ഗ്രേസിംഗ് ബ്ലോക്ക്, കക്കോട്, മണിയാർ, ചെമ്മന്തൂർ എന്നീ വാർഡുകളിലാണ് BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. ആ വളർന്നു വരുന്ന പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 10-ൽ താഴെയുള്ള സംഖ്യയിൽ BJP ജയിച്ചു വരും. ആ ജയിച്ചു വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ മേഖലകളിൽ എടുത്തു നോക്കിയാൽ പുനലൂർ നിവാസികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ ഇടതും വലതും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. ഇവിടെ എവിടെയാണ് ഈ ജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? ഇത് ഇപ്പം തന്നെ കേരളം വിട്ടാൽ ഇവർ തമ്മിലുള്ള സഖ്യമല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ BJPയുടെ വളർച്ചയെ തടയിടാൻ വേണ്ടിയിട്ട് ഇടതും വലതും മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന ചില ആരോപണങ്ങളാണ്. 2 വർഷം മുമ്പ് BJP പ്രവർത്തകൻ CPM-മായി ഉണ്ടായ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കക്കോട് വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുമേഷിനാണ് ജീവൻ നഷ്ടമായത്. ആ വാർഡിലും BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ടില്ല. BJP എല്ലാ സീറ്റിലും NDA എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ട് സാധാരണ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 2ാം സ്ഥാനത്ത് വന്ന BJP പല വാർഡുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ നിർജ്ജീവമായ പ്രവർത്തനമാണ് BJP നടത്തുന്നത്. അത് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കാനാണ് BJPയുടെ ആശ്രമം. മാത്രമല്ല, കോൺഗ്രസിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും BJP നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുകയും ശക്തമായ മത്സരത്തിന് ശ്രമം നടത്തുകയും ഇതിനകം ചെയ്തിട്ടുണ്ട്. കുതിരച്ചിറ എന്ന പുതിയ വാർഡ് കൂടി രൂപപ്പെട്ടതോടെ നിലവിൽ 36 വാർഡുകളാണ് പുനലൂർ നഗരസഭയിലുള്ളത്. അതേസമയം UDFന് വിജയസാധ്യതയുള്ള എല്ലാ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ മികച്ച പ്രചാരണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ആകെയുള്ള 35 സീറ്റുകളിൽ 21 സീറ്റുകളിൽ LDFും 14 സീറ്റുകളിൽ UDFുമാണ് വിജയിച്ചത്. ന്യൂസ് 18 പുനലൂർ. വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു. കാസർഗോഡ് പടന്നയിൽ തോണിയിലേറിയ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ PC സുബൈദയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് തോണിയിലൂടെയുള്ള പഴയകാല പ്രചരണ രീതി വീണ്ടും നടത്തിയത്. തോണി പ്രചരണത്തിൽ അനൗൺസറായി എത്തിയത് പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോളാമ്പി മൈക്കും തോരണങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കവ്വായിക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച് തോണി നീങ്ങി. ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാൽ പ്രദേശത്ത് സാധാരണമായിരുന്ന കാഴ്ചകളിലൊന്ന്. പ്രിയപ്പെട്ടവരെ, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പടന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് 14ാം വാർഡായ തെക്കേക്കാടിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് PC സുബൈദയ്ക്ക് അരിവാൻ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും പടന്ന ഗ്രാമപഞ്ചായത്ത് തെക്കേക്കാട് 14ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ PC സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പഴമയുടെ തനിമയുമായി പ്രചാരണമൊരുക്കിയത്.
തോണി പ്രചാരണത്തിൽ അനൗൺസറായി എത്തിയത് പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. പടന്ന തെക്കേക്കാടിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് PC സുബൈദക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. 2.5 പതിറ്റാണ്ട് മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബണ്ട് നിർമ്മിച്ച് തെക്കേക്കാട്ടേക്ക് വാഹനഗതാഗത സൗകര്യം എത്തിക്കുന്നതിന് മുമ്പ് തോണിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. പുതിയ തലമുറയ്ക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ രീതി എന്തായിരുന്നു എന്നുള്ളത്, പഴമയുടെ തനിമ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രചരണ പ്രവർത്തനം പുതിയ തലമുറക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നല്ലൊരു ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തെക്കേക്കാട് തെക്ക് ബോട്ടുചെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരത്ത് ഒരു പകൽ നീണ്ട പ്രചാരണം സമാപിച്ചു. 15 അംഗങ്ങളുള്ള പടന്ന പഞ്ചായത്തിൽ UDF-നാണ് നിലവിൽ ഭരണം. 9 അംഗങ്ങളാണ് UDF-നുള്ളത്. പ്രചരണ രംഗത്ത് പഞ്ചായത്തിൽ UDF-ഉം സജീവമാണ്. ന്യൂസ് 18 കാസർഗോഡ്. വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം ഇത് തെയ്യാട്ടക്കാലം കൂടിയാണ്. വടക്കേ മലബാറിലെ പ്രമുഖ തെയ്യക്കോലധാരിയായ സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ ക്ഷേത്രങ്ങളിലെ തെയ്യത്തിരക്കുകൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെയും തിരക്കിലാണ്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ CPM സ്ഥാനാർത്ഥിയാണ് PV സുരേഷ് ബാബു. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന LDF സ്ഥാനാർത്ഥിയായ കോലധാരി തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ജനങ്ങളുടെ അനുഗ്രഹം തേടുകയാണിപ്പോൾ. തെയ്യം കിട്ടുന്നിടത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കാര്യമെന്നല്ലേ? കാര്യമുണ്ട്. നീലേശ്വരം നഗരസഭയിൽ പ്രശസ്ത തെയ്യം കലാകാരൻ സ്ഥാനാർത്ഥിയാണ്. അഞ്ഞൂറ്റാൻ P സുരേഷ് ബാബുവാണ് സ്ഥാനാർത്ഥി. LDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. എന്തായാലും അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണയും വീണ്ടും അംഗത്തിനിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ നീലേശ്വരം നഗരസഭയിൽ തന്നെ 5 വർഷം ജനപ്രതിയായിരുന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാലം? നീലേശ്വരം നഗരസഭയിൽ മുമ്പ് ഞാൻ 2 തവണ ജനപ്രതിനിധിയായി ജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായി എന്നെ LDF നിർത്തുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പും പിന്നെ തെയ്യവുമായി കൂട്ടിക്കലർത്തുന്ന പ്രശ്നം ഇല്ല. തെയ്യം നമ്മളെ പാരമ്പര്യമായിട്ട് അനുഷ്ഠാന കർമ്മസങ്കല്പ കലയായി നമ്മൾ ഇതുവരെ 63 വയസ്സിനുള്ളിൽ 50 വർഷം സജീവമായി തെയ്യം രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ എൻ്റെ മൗലികാവകാശമാണ്. അത് എൻ്റെ പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയായി എന്നെ നിയമിക്കുകയും ഞാൻ അതിനായി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ക്ഷേമ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ നല്ല കാര്യങ്ങളിൽ ഇടപെടാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകാല പരിചയം വെച്ച് ഇപ്പോഴും രണ്ടാമതും ഇതിനായി തുനിഞ്ഞിറങ്ങിയിട്ടുള്ളതാണ്. ഈ ജനപ്രതിനിധിയും അതുപോലെ തന്നെ തെയ്യം, ഇതിലൊരു സാമ്യമുണ്ട്. രണ്ടും ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ തെയ്യം ആയാലും അതുപോലെ തന്നെ ജനപ്രതിനിധി ആയാലും ജോലി ചെയ്യേണ്ടത്. അതിനെങ്ങനെയാണ് കാണുന്നത്? തെയ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ അനുഗ്രഹങ്ങളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം തീർക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. പിന്നെ ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങളെ പ്രശ്നങ്ങളിൽ ന്യായമായ രീതിയിൽ അവർക്ക് നല്ലത് വരാതെ തെയ്യം പറയും പോലെ ഗുണം വരണം എന്ന് പറയും പോലെ ജനങ്ങൾക്ക് ഗുണം വരുത്താനാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് കള്ളത്തരണമില്ലാതെ സത്യസന്ധമായി കിട്ടുന്ന ഫണ്ട് പ്രതിപക്ഷം ജനപക്ഷം എന്നുള്ള രീതിയിലല്ലാതെ സമ്പൂർണ്ണമായി വാർഡിൽ എല്ലാവർക്കും നീതീകരിച്ച രീതിയിൽ ചെലവഴിച്ച് അവരെ സന്തോഷത്തിൽ പങ്കുവയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ മലബാർ നമ്മളെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തെയ്യാട്ടം സീസണാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്ക്, തെയ്യത്തിൻ്റെ ഒരു തിരക്ക്, രണ്ടും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ നമ്മളുള്ളത് ഒരു നാഗച്ചേരി എന്ന് പറയുന്ന തെയ്യം ഉത്സവം നടക്കുന്ന ഒരു സ്ഥലത്താണ്. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? രണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രഭാതം രാവിലെ 8 മണി മുതൽ ഞാനൊരു 12 മണി മുതൽ ജനങ്ങളെ കണ്ടു. അപ്പോൾ ഏകദേശം ഇനി 2 മണിക്ക് ശേഷമാണ് നമ്മളെ തെയ്യത്തിൻ്റെ പുറപ്പാടും കാര്യങ്ങളും. അതിന് ശേഷം ഇവിടെ വന്നു ഇത് സജീവമാകും. അപ്പോൾ എല്ലാ രീതിയിലും ഇപ്പോൾ ഈ തെയ്യത്തിൻ്റെ തിരക്കുണ്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ സഹായിക്കാനുള്ളത് കുറച്ച് ആശ്വാസമുണ്ട്. മുമ്പ് ഞാൻ തന്നെയായിരുന്നു പ്രചരണം കഴിഞ്ഞതിന് ശേഷം വന്ന് തെയ്യം കെട്ടലും. ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉള്ളതുകൊണ്ട് അതിന് സമയം കെട്ടലും ഇതിന് സമയം കണ്ടെത്തും. ഒരുപാട് തെയ്യം കെട്ടിയിട്ടുണ്ട്, പെരുങ്കളിയാട്ടത്തിന് ഉൾപ്പെടെ കെട്ടിയിട്ടുണ്ട്. എത്ര തെയ്യക്കോളങ്ങൾ ഇപ്പോൾ കെട്ടാൻ സാധിച്ചു? പ്രധാനപ്പെട്ട തെയ്യം കെട്ടിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ 14 പെരുങ്കളിയാട്ടത്തോളം പ്രധാന കോലം അണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാവലി, അതുപോലെ പ്രധാന ദൈവകോലം ഭഗവതി തെയ്യങ്ങളാണ്. പിന്നെ മുച്ചിലോട്ട് ഭഗവതി, തിരുവറകാട്ട് ഭഗവതി, അങ്ങനെ കാപ്പാട്ട് ഭഗവതി, നെല്ലിക്കാൽ ഭഗവതി, അങ്ങനെ നിരവധി പേരുകളിലെല്ലാം കോലസ്വരൂപത്തിങ്കത്തായി സങ്കല്പിച്ചിട്ടുള്ള ആൺദൈവങ്ങൾ അപൂർവമാണ്. പൂമാരൻ തെയ്യം, തുളിവീരൻ തെയ്യം,
അങ്ങനത്തെ ആൺദൈവങ്ങൾ, പെൺദൈവങ്ങളാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ഈ ജീവിതത്തിൽ ഏകദേശം ഒരു 3000-ൽ കൂടുതൽ തെയ്യങ്ങൾ ഞാൻ ഈ വയസ്സിനുള്ളിൽ കെട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് തെയ്യം കലാകാരന്മാർ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാൾ വോട്ട് ചോദിച്ച് വീടുകളിലൊക്കെ പോകുമ്പോൾ അവരുടെ പ്രതികരണം, അവരുടെ എങ്ങനെയാണ് അവർ കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോൾ ഈ 3 ടേം മത്സരിക്കുമ്പം ജനങ്ങൾക്ക് എന്നെ പറയാതെ 550 ആവുകയെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികളടക്കം നമ്മളെ ക്ഷേത്രമുറ്റത്ത് കണ്ട് പരിചയമുള്ളൊരു മുഖമാണ്. അതുകൊണ്ട് അത് കുറച്ചും കൂടി എന്നെ സ്വാധീനിക്കുന്നു. വോട്ടിനെ സ്വാധീനിക്കുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല, എന്നാലും ജനങ്ങളൊരു സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മത്സരിക്കുന്ന വാർഡ് UDF-ൻ്റെ ആണ്. എങ്ങനെയാണ് ഈ തവണ നമുക്ക് കിട്ടുമോ? LDF-ന് പിടിച്ചെടുക്കാൻ പറ്റുമോ? മുമ്പ് നമ്മൾ LDF ജയിച്ചുകൊണ്ടിരുന്ന വാർഡാണ്. കഴിഞ്ഞ 2 ടേമായിട്ട് 10 വർഷമായി UDF ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്നെ പാർട്ടി നിർത്തിയിട്ടുള്ളത്. കുറച്ചും കൂടി സ്വാധീനിച്ചുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ ഏകദേശം ഒരു കാഴ്ചപ്പാട്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്നാണ് തെയ്യം കലാകാരന്മാർ അറിയപ്പെടൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം ഇദ്ദേഹത്തിനില്ല. എന്തായാലും നീലേശ്വരം നഗരസഭ ഇടതിൻ്റെ കുത്തകയാണ്, ഇടതിൻ്റെ ഉരുക്ക് കോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ അഞ്ഞൂറ്റാൻ സുരേഷ് ബാബുവും മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും. KB ബൈജു, News 18, കാസർഗോഡ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇപ്പോൾ CPIയുടെ ജില്ലാ കൗൺസിൽ അംഗമായ നിയാസ് പുളിക്കലകത്താണ് ഇത്തവണ പരപ്പനങ്ങാടി നഗരസഭയിലേക്കുള്ള ഇടതുപക്ഷത്തിന്റെ തുറുപ്പുചീട്ട്. പരപ്പനങ്ങാടി നഗരസഭയിലെ 33-ാം വാർഡിൽ നിന്നും ജനകീയ വികസന സമിതിയുടെ പ്രതിനിധിയായി നിയാസ് മത്സരിക്കുമ്പോൾ അത് കേവലം കൗൺസിലർ ആകാനല്ല, മറിച്ച് ഭരണം പിടിച്ചെടുക്കാൻ തന്നെയാണ്. UDF-ലെ ഭിന്നതയാണ് 2010-15 കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലും ജനകീയ വികസന മുന്നണിക്ക് രൂപം കൊടുത്തത്. പരപ്പനങ്ങാടി 2015-ൽ അത്തരത്തിൽ ജനകീയ വികസന മുന്നണിയായി മുസ്ലിം ലീഗിനെതിരെ മത്സരം നടന്ന ഒരിടമാണ്. മുസ്ലിം ലീഗ് അതിനെ സാമ്പാർ മുന്നണി, അവിയൽ മുന്നണി എന്നൊക്കെ പരിഹസിക്കുന്നുണ്ടെങ്കിലും ജനകീയ വികസന മുന്നണി ഇന്നും പരപ്പനങ്ങാടിയിൽ സജീവമാണ്. 2025-ലും ജനകീയ വികസന മുന്നണി കപ്പും സോസറും അടയാളത്തിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇത്തവണ അധികാരത്തിലേറാം, വലിയ മാറ്റം കൊണ്ടുവരാമെന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നിയാസ് പുളിക്കലകത്താണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അദ്ദേഹം മാറി നിന്നല്ല, തൻ്റെ വാർഡിൽ മത്സരിച്ചുകൊണ്ടാണ് ഈ ഒരു ജനകീയ വികസന മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്. മുൻപ് നിയമസഭയിലേക്ക് മത്സരിച്ച അദ്ദേഹം എന്തുകൊണ്ട് വാർഡിൽ മത്സരിക്കുന്നു, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നത് എല്ലാവർക്കും അറിയാം, പക്ഷേ എന്തുകൊണ്ട് നഗരസഭയിലേക്ക് മത്സരിക്കുന്നു? നമ്മുടെ സേവനങ്ങൾ, ജീവിത കാലഘട്ടത്തിലുള്ള സേവനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ജനവിഭാഗത്തിന് ഗുണം ചെയ്യുകയാണെങ്കിൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും പാൽ സൊസൈറ്റിയിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ മത്സരിക്കാൻ തയ്യാറാണ്. ഒരു പൊതുപ്രവർത്തകൻ അധികാരം ഒരു അലങ്കാരമൊന്നും അല്ലല്ലോ. മക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇന്ന അധികാരമുണ്ട് എന്ന് പറയില്ലെന്നല്ലോ ലക്ഷ്യം. എവിടെയാണോ നമ്മുടെ പ്രസൻസ് വേണ്ടത് മരിക്കുന്നത് വരെ അവിടെ പ്രസൻസ് ഉറപ്പിക്കുക. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നഷ്ടമായിരിക്കും. അതൊരു ഉദ്യമമായിട്ട് തന്നെ മരണം വരെ തുടർന്നു പോകാനാണ് താല്പര്യം. കുറച്ചുകൂടി ഒരുക്കത്തിൽ ജനകീയ വികസന മുന്നണി ഭരണം പിടിക്കുന്ന ആത്മവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു. അല്ല, പരപ്പനങ്ങാടിക്കാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 63 വർഷം ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അതാ, പാഴായിപ്പോയ 63 വർഷം മാറ്റാനുറച്ച് പരപ്പനങ്ങാടിക്കാർ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി, പ്രത്യയശാസ്ത്രങ്ങൾക്ക് അതീതമായി പരപ്പനങ്ങാടിയിലൊരു മാറ്റം, പുതിയ തലമുറയ്ക്ക് അനിവാര്യമായ ഒരു വികസനം കൊണ്ടുവരുമെന്ന് ജനം കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രബുദ്ധതയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, നല്ല പരിജ്ഞാനമുള്ള, സാങ്കേതിക മികവുള്ള പുതിയ തലമുറ അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പാർട്ടിയും പ്രത്യയശാസ്ത്രവും വിഭാഗീയതകളൊന്നും തടസ്സമല്ല എന്നാണ് ഈ 35 കൊല്ലത്തോളമുള്ള പൊതുപ്രവർത്തനത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതാണ്. അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. 2015 ജനകീയ വികസന മുന്നണി എന്ന ഒരു സംവിധാനത്തെ UDF സാമ്പാർ മുന്നണി എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു നേരിട്ടിരുന്നത്. പക്ഷേ പലയിടത്തും വോട്ടുകൾ നേടുകയും സീറ്റുകൾ നേടുകയും ഭരണത്തിന് തൊട്ടടുത്തെത്തുകയും ചെയ്തു. ഇത്തവണ പരപ്പനങ്ങാടി മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ഇതിനൊരു മൃഗീയ ഭൂരിപക്ഷമുള്ളൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് പരപ്പനങ്ങാടിയൊക്കെ മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷമുണ്ട്. അവരൊരു വലിയ പാർട്ടിയാണ്. ഞങ്ങൾക്കതിനോട് മത്സരിക്കുവാനുള്ള ശക്തിയില്ല എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ആ വ്യക്തമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരാണ്. അതിന് ധാർഷ്ട്യം അവർക്കുണ്ടാവും. അപ്പോൾ ആ ഒരു സംവിധാനത്തിനെതിരെ എന്ത് രൂപക്കും പല പേരിട്ട് അവർക്ക് വിളിക്കാമല്ലോ. പരിഹസിക്കാം, കടന്നാക്രമിക്കാം, വലിയ രൂപത്തിൽ തെറി പറയാം, ഇതൊക്കെ പറയാം. അത് കാരണം അവരുടെ ആ ഭൂരിപക്ഷത്തിൻ്റെ ധാർഷ്ട്യമാണ്.
ഞങ്ങളിനി എത്ര ഭൂരിപക്ഷം കിട്ടിയാലും വിശാല ബോധ്യത്തോടു കൂടി, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി, മനുഷ്യ സ്നേഹത്തോടു കൂടി പെരുമാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യം. മനുഷ്യൻ നല്ല മനുഷ്യനാവുക എന്നുള്ളതാണല്ലോ. നമ്മളിത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്, നമ്മളിങ്ങനെ സ്വയം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക, ആത്മശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ആ വലിയ സംവിധാനത്തിനെതിരെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന പരപ്പനങ്ങാടിയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു കൂട്ടായ്മയിലൂടെ ആ ഒരു ലക്ഷ്യം ഒരു പ്രാവശ്യം ഇന്ന് ഈ പറയുന്ന സാമ്പാർ മുന്നണി, മറ്റേ മുന്നണി എന്നൊക്കെ പറയുന്ന അതിന് പോലും ഒരു തിരിച്ചറിവ് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും പരസ്യമായിട്ട് പിന്തുണയുണ്ടോ? ഈ ധാർഷ്ട്യമുള്ള, മഹാഭൂരിപക്ഷമുള്ള ഒരു കുത്തകയുള്ള സംവിധാനം മാറണമെന്ന് ആഗ്രഹിക്കുന്ന പരപ്പനങ്ങാടിയിലെ 57,000-ൽ പരം വോട്ടർമാരിലെ മഹാഭൂരിപക്ഷം ആളുകളും ആ മാറ്റം ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ പിറകിൽ ഒന്നുകിൽ ഇങ്ങനെ ശക്തമായിട്ട് അവർ ഫിസിക്കലായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്, ചില ആളുകൾ മാനസികമായിട്ട് ഞങ്ങളുടെ പിന്നിൽ നിലകൊള്ളുന്നുണ്ട്. ആത്മവിശ്വാസം തന്നെ അല്ല, വിജയം ഒരു മഹാ ഉത്സവമൊന്നുമല്ല. ഇനി വിജയിക്കുമെന്നുള്ള ഉത്തമ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി വിജയിച്ചില്ലെങ്കിൽ ഇത് പുതിയ തലമുറക്ക് നൽകുന്നൊരു സന്ദേശമാണ്. ഒരു മൃഗീയ ഭൂരിപക്ഷമുള്ള, മൃഗീയ ആധിപത്യമുള്ള ഒരു സംവിധാനത്തെ മാറ്റുവാൻ വേണ്ടി ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമൂഹം പ്രവർത്തിച്ചു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുമല്ലോ. എന്തായാലും ഇത് ഒരു പുണ്യകരമായ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് നിയാസ് പുളിക്കലകത്തുള്ളത്. CV അനുമോദിന്റെ ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ നാട്ടിലോട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.